താഴെയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസീൽദാർ വന്ന അശ്ലീല കമന്റ് ഇട്ടത്. ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി. ഫൈസലെ പറയും. അത് തന്നെയാണ്. ഇദ്ദേഹം ഒരു അശ്ലീല പോസ്റ്റ് ചെയ്യുകയായിരുന്നു, ഇങ്ങനെ കമന്റുകൾ ഇടുകയായിരുന്നു. ആദ്യം ഇദ്ദേഹം തന്നെ ഈ വിമാനത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ രഞ്ജിതയ്ക്കെതിരെ പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം അതിന് വന്ന താഴത്തെ കമന്റ് അശ്ലീലമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു. അങ്ങനെയാണ് ഇത് വ്യാപകമായി ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായും മറ്റും നിരവധി സംഘടനകളും ഒക്കെ നൽകുന്നത്. ഫൈസലെ, ഇയാള് കുറെ കാലമായി അവിടെ പ്രവർത്തന നിരതനാണോ, അല്ലെങ്കിൽ ഈ സർവീസിലുണ്ടോ? മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല? സ്ഥിരം കുഴപ്പക്കാരനാണോ? ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖരൻ, മുൻ മന്ത്രിയും MLA-യുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ച പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമാകുന്നത്. ഇവനെ പോലുള്ളവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അത്രയും ഒരു കുട്ടികൾക്ക് അമ്മയെ നഷ്ടപ്പെട്ട്, അമ്മയ്ക്കൊരു മോളെ നഷ്ടപ്പെട്ട്, സഹോദരങ്ങൾക്കൊരു സഹോദരി നഷ്ടപ്പെട്ടു, അങ്ങനത്തെ ഒരു ഭയങ്കര രാജ്യത്ത് തന്നെ ഭയങ്കരമായിട്ട് നടുക്കിയ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുത്തൻ കമൻ്റ് ഇടുവാണ്. ഇതേ കണക്ക് ജാതീയമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ. എന്താണ് ഈ ഒരു നാട്ടിൽ നടക്കുന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവനെതിരെ പോലീസ് അറസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇവൻ ആ ഒരു കമൻറ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. കമൻ്റ് എന്ന് പറയുമ്പോഴത്തേന് നായരായിട്ടുള്ള സ്ത്രീകൾക്ക് വലിയ ഇത് കാണുമ്പോൾ പോകുന്ന ഒരു സ്വഭാവമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കാൻ ഇവനെ പോലുള്ളവന്മാർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ അധിക്ഷേപിക്കാനും. അതൊരു സ്ത്രീയാണ്, അവർ മരിച്ചുപോയി, എന്നിട്ട് പോലും വെറുതെ വിടാത്ത കുറേയധികം ആൾക്കാരുണ്ട് ഈ ഒരു നാട്ടിൽ. അതിലൊരുത്തനാണ് ഇവൻ ഇതിനു മുമ്പ് ഇതിനെ പോലത്തുള്ള കേസിൽ പെട്ടിട്ടുണ്ട്. സസ്പെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസമേ ആയിട്ടുള്ളൂ തിരിച്ച് കയറിയിട്ട്. പിന്നെ എന്തായാലും ഇവനെ ഇപ്പം ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള രീതിയിലും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലൊരു കാര്യമാണ്. കാരണം ഇവനെ പോലുള്ളമാർക്ക് മനസ്സിലാവണം ഇങ്ങനത്തുള്ള രീതിയിൽ സംസാരിക്കുമ്പം നോക്കിയും കണ്ട് സംസാരിക്കണമെന്നുള്ളൊരു കാര്യം. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ജയിലിൽ കിടന്ന് ഉണ്ടതിന്നെ. ഇനി വേറെ അവനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ ഇവൻ കാരണം ഇവൻ്റെ വീട്ടുകാർക്കുണ്ടാകുന്ന പ്രശ്നമാണ്. കാരണം ഇവനിങ്ങനെ ഓരോന്ന് പറയുന്നത് ഇവർ വീട്ടുകാർ ഇത് കൊണ്ട് എന്തൊക്കെ അനുഭവിക്കൂ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവനെ പോലുള്ളവനൊക്കെ ഇതൊക്കെയാണ് അർഹിക്കുന്നത്. അതിലൊരു മാറ്റവും ഇല്ല.